പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 3 16ാമത്തെ എപ്പിസോഡാണ്. പോകുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സോ ഞാൻ നിങ്ങളെ പറഞ്ഞു വിശ്വസിക്കാതെ നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. തന്നെ കാണിക്കുന്നത് കിൻഡർ ഓഫ് സയൻസും പെട്രിഫിക്കേഷൻ ടീമും കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി നേർക്ക് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പെട്രിഫിക്കേഷൻ ടീം മറിച്ചൊന്നും ചിന്തിക്കാതെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് കിൻഡർ ഓഫ് സയൻസിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തന്നെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിൻഡർ ആണെങ്കിൽ മുന്നിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കിൻഡർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. സോ അതോടെ തന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് എതിർത്ത് നിൽക്കാൻ വേണ്ടി സാധിക്കും. ടീമിന്റെ അകത്തുള്ള സോൾജേഴ്സിന് മനസ്സിലാക്കിയാണ് ഇവൻ സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർ സ്ട്രോങ് ആയിരിക്കുമെന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സേക്കോ ആണെങ്കിൽ ബൾബൊക്കെ കത്തിച്ച് വെച്ചിട്ട് പേടിപ്പിക്കുകയാണ് ആൾക്കാരെ. പെട്രിഫിക്കേഷൻ ടീമിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഇതെന്തോ ലൈറ്റ് മാജിക് ആണെന്ന്. ബൾബല്ല, ഈ മിറർ വെച്ചിട്ട് റിഫ്ലക്ട് ചെയ്യുകയാണ് ലൈറ്റ് സൂര്യനിലെ. കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നുമായിട്ട് നമ്മുടെ മാഴ്സ് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. സ്ട്രോങ് ആണെന്ന് കാണിക്കണം, അല്ലെങ്കിൽ അവർ നമ്മളെ അടിച്ച് താരയിടും എന്നുമായിട്ട് നമ്മുടെ മാഴ്സിനെ ഒന്ന് അടിക്കുകയും മാഴ്സ് അഭിനയിക്കുകയാണ് തെറിച്ചു പോകുന്നത് പോലെ. മാഴ്സിനെ തോൽപ്പിച്ചോ എന്നുമായിട്ട് എല്ലാ ആൾക്കാരും ഒരുപാട് പേടിക്കുകയുമാണ്, ഷോക്ക് ആകുകയുമാണ്. സമയം ഇവർ ഒരുപാട് സ്ട്രോങ് ആണ്, എന്നെ കൊണ്ട് ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നില്ല. ഇനി നിന്റെ ചാൻസ് ആണ് കിരസാമി. നമ്മുടെ കിരാസാമി ആണെങ്കിൽ പെട്രിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള വെപ്പൺ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. പെട്രിഫിക്കേഷൻ ബീം എപ്പോൾ കിരാസാമി വെളിയിലേക്ക് ഇറക്കുന്നു അന്നേരം തന്നെ നമ്മുടെ സേക്കുവിന്റെ ടീമിന്റെ അതിലുള്ള ആൾക്കാർ അത് ഡ്രോൺ വിളിച്ച് എടുത്തോണ്ട് പോകുന്നതായിരിക്കും. സേക്കുവിന്റെ ബാക്കിയുള്ള പ്ലാൻ നേരെ തന്നെ നമ്മുടെ കിരാസാമി ആണെങ്കിൽ പെട്രിഫിക്കേഷൻ ബീം എടുത്ത് ഒറ്റ എറിയുകയാണ്. പ്ലാൻ പോലെ തന്നെ നമ്മുടെ റിയൂഷി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ റിയൂഷിക്ക് ഒരു സംശയം തോന്നുകയാണ്. അതേസമയം തന്നെ ബാക്കിയുള്ളവര് നമുക്ക് ഒരുപാടധികം സമയമൊന്നുമില്ല, നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് പറയുന്നത്. നമ്മുടെ റിയൂഷി ഒന്ന് ചിന്തിച്ചിട്ട് പറയുകയാണ് ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. തന്നെ നമ്മുടെ സേക്കുവിന് ഒരു കാര്യം മനസ്സിലാക്കിയാണ്, ഞാൻ ബാർക്കിനെ കുറിച്ച് ചിന്തിച്ചില്ല. ബാർക്കിന്റെ നമ്മുടെ സേക്കു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, സാധനം കിട്ടി. സോ ആ കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊഹാക്കുവിന്റെ കയ്യിൽ ആ സാധനം ഉണ്ടായിരുന്നു. സോ നമ്മുടെ കൊഹാക്കുവിനെ പെട്രിഫൈ ചെയ്തതായിട്ട് കൊഹാക്കുവിന്റെ ചെവിയിൽ നിന്ന് എടുത്തതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സേക്കു ബാക്കിയുള്ളവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മാർസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ബാർക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം നമ്മുടെ ബാർക്ക് കിരാസാമിയോട് പറഞ്ഞു. മാർസിനെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചോണം, അവന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നുണ്ടെന്ന് ബാർക്ക് പറഞ്ഞു. തന്നെ എല്ലാ ആൾക്കാരെയും പറ്റിക്കാൻ വേണ്ടി ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പെട്രിഫിക്കേഷൻ വെപ്പൺ അവരുടെ കയ്യിൽ നമ്മുടെ ബാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ഫേക്ക് ആണെന്നുള്ള ഒരു കാര്യം ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ സേക്കു ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുകയാണ്. ഇതിന്റെ ഷേപ്പും ബാക്കി കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് അത് എറിയുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും പെട്രിഫൈ ചെയ്യുമായിരിക്കും, എന്നാലും മെയിൻ ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗീനറോ ആകില്ല. സോ ദിസ് ഈസ് പ്ലാൻ മുഴുവനും ഫെയിൽ ആയി, നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. തന്നെ എല്ലാ ആൾക്കാരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. നേരമാണ് കിരാസാമി ഒറിജിനൽ വെപ്പൺ എടുക്കുന്നത്. മാർസിന് ഒരു കാര്യം മനസ്സിലായി, അവരെല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചത്. സോ അതുകൊണ്ട് തന്നെ മാർസിനെ രക്ഷപ്പെടാൻ വേണ്ടി ഇവരെ എല്ലാവരും കൊല്ലണമെന്ന് പറഞ്ഞിട്ട് സേക്കുവിന്റെ ടീമിനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ മാർസ് ഇറങ്ങി ഓടുകയാണ്. അതാണ് സംഭവിച്ചത്. സേക്കുവിന്റെ ടീമിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ സേക്കുവിനോടുള്ള ഉറപ്പും കൊണ്ടും സേക്കു ഇങ്ങനെ ഒരു കാര്യം വെറുതെ ചെയ്യത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ടും അവർ ഓടുകയാണ്. തന്നെ അവരെല്ലാവരും വണ്ടിയിൽ കയറുകയാണ്. സോ മാർസ് അവരെ ഫോളോയും ചെയ്യുന്നു. വണ്ടിയെ കയറിയ ഉടനെ തന്നെ വണ്ടി വളരെയധികം വേഗത്തിൽ തന്നെ വിടുകയാണ്. ഈ മാർസ് തുറന്നിട്ട് വന്നാലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പേടിക്കുന്ന സമയത്ത് പേടിക്കണ്ട, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പോലീസ്മാൻ പറഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെളിയിലേക്ക് എടുക്കുകയാണ്. നോക്കുന്ന സമയത്ത് അത് തോക്കല്ല, അതൊരു തടി കഷ്ണമായിരുന്നു. ഇത് പറഞ്ഞ് എല്ലാവരും ടെൻഷൻ അടിക്കുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, മാക്മ എടുത്തെന്ന്. സോ ഗീനറോയും മാക്മയും ഇപ്പോഴും വണ്ടിയിലില്ല. മാക്മ ആണെങ്കിൽ തോക്ക് കൊണ്ട് വെടിവെക്കാൻ വേണ്ടി പോവുകയാണ്. നീ എന്താ ഈ ചെയ്യുന്നത് നമ്മുടെ ജീൻറോ ചോദിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ ആ തോക്കിന്റെ മേലെ ഒരു കണ്ണുണ്ടായിരുന്നു. സോ ഇത് നമ്മുടെ ജീൻറോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മണ്ടക്കടിച്ചിട്ട് നമ്മുടെ മാക്മ പറയുകയാണ്, ഞാൻ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, വെച്ചിട്ട് എല്ലാ ആൾക്കാരും വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും. കാരണം എല്ലാ ആൾക്കാരെയും തെളിയിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും കിങ് ആയിരിക്കും. ഇത്രയധികം ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് നിനക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലടാ. തന്നെ നമ്മുടെ ബാർക്കാണെങ്കിൽ ഒരു ഷിപ്പിൽ ആ ഐലൻഡ് ചുറ്റി നടക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സേക്കോന്റെ ടീം കാണുന്നുണ്ട്. ഇതിനകത്തുള്ള മിഷനറീസിനെ ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കത്തില്ലെന്ന് നമ്മുടെ സേക്കു പറയുന്നു. എന്നാലും അവർക്ക് എന്തിനാണ് ആ ഷിപ്പ് എന്ന് നമ്മുടെ റിയൂസി ചിന്തിക്കുന്നു. ഇതിനകത്തുള്ള എല്ലാ ആൾക്കാരെയും ആ ഷിപ്പിലേക്ക് കയറ്റുകയാണ് നമ്മുടെ ബാർക്ക്. ചെയ്യുന്നത് വില്ലേജിനകത്തുള്ള ആൾക്കാരെ എല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റുകയാണോ എന്ന് അമാലിസിസ് ചിന്തിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ ഐലൻഡിനകത്തുള്ള എല്ലാ ആൾക്കാരെയും അവർ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ബാർക്ക് പറയുകയാണ്, എന്റെ രാത്രിയുള്ള എല്ലാ ആൾക്കാരെയും മാറ്റിയിട്ട് ഈ ഐലൻഡ് തന്നെ പെട്രിഫൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ പേടിക്കുകയാണ്. ഈ ഐലൻഡ് മുഴുവനായിട്ട് തന്നെ കല്ലാക്കാൻ വേണ്ടി പോവുകയാണെന്നോ. ഇത് തന്നെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. നമ്മൾ ആ പെട്രിഫിക്കേഷൻ ബീം ഈ സമയത്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സേക്ക് പറയുകയാണ്. സോ നമ്മുടെ മാക്മ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവിടെ ചാടിയിട്ട് ബാർക്കിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു പോവുകയാണ്. അതിനെ തടുക്കാൻ വേണ്ടി ഗെന്നു അവന്റെ പിന്നിൽ കൂടെ പോവുകയാണ്. അല്ലെ ആ പന്നി ബാർക്ക് അവനെ അങ്ങ് കൊന്നേക്കാം. ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ മാക്മ. അധികം ഡിസ്റ്റൻസിൽ കൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ലെന്ന് നമ്മുടെ ഗെന്നു പറയുന്നുണ്ടെങ്കിലും മാക്മ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നമുക്ക് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി ആകുന്നത് എന്ന് നമ്മുടെ ക്രോം ചോദിക്കുകയാണ്. ഐലൻഡ് രാത്രിയുള്ള എല്ലാ ആൾക്കാരെയും കൊണ്ടുപോവുകയാണ്. മാസ്റ്ററുള്ള സ്ഥലത്ത് സെക്യൂരിറ്റീസ് ഒന്നും കാണത്തില്ല. സോ അതോട് തന്നെ മാസ്റ്ററിന്റെ സ്റ്റാച്ചു എടുത്തോണ്ട് വന്നിട്ട് എല്ലാവരെയും കാണിക്കുക. കഴിഞ്ഞാൽ ഉടനെ പിന്നെ ബാർക്കിന് ഒന്നും
ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ലെന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. ഇതിലെ തന്നെ ലീഡർ എന്ന് പറയുന്നത് മാസ്റ്ററാണ്. സോ അടുത്ത ലീഡർ എന്ന് പറയേണ്ടത് നമ്മുടെ സോയോസ് ആണ്. കാര്യം ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ഗീനുറോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ കാര്യത്തിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ആദ്യം തന്നെ നമ്മൾ മാസ്റ്ററിന്റെ സ്റ്റാച്ചു എടുത്തോണ്ട് വേണ്ടി എല്ലാവരും കാണിക്കണം. നമ്മൾ വേഗത്തിൽ എടുത്തില്ലെങ്കിൽ നേരം പെട്രിഫൈ ചെയ്താൽ നമ്മളെല്ലാവരും തീരെ നമ്മൾ 2 ടീമായിട്ട് തിരിയാൻ വേണ്ടി പോവുകയാണ്. മാസ്റ്ററിന്റെ സ്റ്റാച്ചു എടുത്തോണ്ട് വരിക. രണ്ടാമത്തെ ടീമാണെങ്കിൽ പെട്രിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ സമയം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കയ്യിലുണ്ടായിരുന്ന ഗണ്ണുണ്ടായിരുന്നെങ്കിൽ കുറച്ച് പേരെയും കൂടെ പേടിപ്പിക്കാമായിരുന്നെന്ന് അവർ ചിന്തിക്കുന്നു. എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ഇടിച്ചുകൂട്ടി പഴുപ്പാക്കും എന്ന് ഗീനുറോ പറയുന്നത്. ഇനി കണ്ടുപിടിക്കണമെന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള കാര്യമാണ്. അന്നേരമായിരുന്നു ഒരു വെടിവെച്ച് കേൾക്കുന്നത്. തന്നെ മാക്മ എവിടെയാണെന്നുള്ള ഒരു കാര്യം നമ്മുടെ സേക്കുനും ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കുകയാണ്. ആണെങ്കിൽ വില്ലേജ് പീപ്പിൾ പൊക്കോണ്ടിരുന്ന ഒരു ബോട്ടിലേക്ക് ഓട്ട ഇടുകയാണ്. ഇത് തന്നെയാണ് എന്റെ മാജിക്. നിങ്ങളുടെ ബോട്ടിൽ മാത്രമല്ല എനിക്ക് ഓട്ടയാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കണ്ണിലുമാണ്. നമ്മുടെ ഗന്നാണെങ്കിൽ അവരെ പേടിപ്പിക്കുകയാണ്. അവരവിടെ നിന്ന് പേടിച്ചോടുകയാണ്. ചെറിയ ബോട്ട് എടുത്തുകൊണ്ട് ആ ബാർക്കുള്ള ഷിപ്പിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത്രയ്ക്ക് കൊല്ലണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നീ അങ്ങ് പോടാ, എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോടാ. ഷിപ്പിലേക്ക് ഞാൻ കയറിപ്പോ എന്നെ അവന്മാർ പരിപ്പാക്കുകയാണ്. നീ എന്റെ സെർവന്റ് മാത്രമാണ്, ഞാനാണ് രാജാവ്. ഞാൻ പറയുന്നത് പോലെ നീ കേട്ടോണം. നീ ആദ്യം എന്നെ ഒന്ന് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ്, എന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി ജോലി ചെയ്യണമെന്നാണോ നീ പറയുന്നത്? മാക്മയും ഗന്നും കൂടെ ചെയ്യുന്ന കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ക്രോം സേക്കുനും പറഞ്ഞു കൊടുക്കുകയാണ്. ഷിപ്പിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയാണ് പോകുന്നത്. ഒരു ബോട്ട് വേണമെന്ന് പറയുന്ന സമയത്ത് തന്നെ ടീമിന്റെ അതിൽ ഒരു മെമ്പർ ആണെങ്കിൽ ഒരുത്തനെ പോയി അടിച്ചിട്ട് ആ ബോട്ട് അടിക്കുകയാണ്. സേക്കുവിന്റെ ടീമും അതുപോലെ തന്നെ മാക്മയുടെ ടീമും ആ ബോട്ടിന്റെ അടുത്തേക്ക് പോവുകയാണ്. ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഗാർഡ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓക്കിയോ അമ്പ് വിട്ടിട്ട് എല്ലാ ആൾക്കാരെ പേടിപ്പിക്കുകയാണ്. തന്നെ ഓക്കിയോയുടെ ടീമിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ മാസ്റ്റർ ഇരിക്കുന്ന ആ ചേംബറിലേക്ക് പോകുകയാണ്. സ്ഥലം കാണുന്ന സമയത്ത് തന്നെ പണ്ടത്തെ മെമ്മറീസ് ഒക്കെ വരികയാണ്. നമ്മുടെ അമാർലൻസ് ചോദിക്കുന്ന സമയത്ത് ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോയസ് അവരുടെ പുറകെ പിന്നെയും പോവുകയാണ്. സ്ഥലത്ത് അവർ വന്ന് നോക്കുന്ന സമയത്ത് മാസ്റ്ററിനെ അവർ പീസ് ആക്കിയിട്ടാണ് ബാർക്ക് പോയിരിക്കുന്നത്. ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സ്റ്റാച്ചു മുഴുവനായിട്ട് തന്നെ ഇല്ലാതാക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് എനിക്ക് തന്നെ പ്രശ്നമാകും എന്നുമായിട്ട് നമ്മുടെ ബാർക്ക് ആ സ്റ്റാച്ചു ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ടീം നമുക്ക് വേണ്ടി കുറച്ച് ടൈം ഉണ്ടാക്കി തരും. സോ ആ സമയം കൊണ്ട് ഹാൻഡ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റാച്ചു ഒട്ടിക്കണം. പൊട്ടിപ്പോയ പീസ് എല്ലാം ഒന്നിച്ച് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ യൂസോറിയ. ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. എന്റെ കൈക്ക് മാത്രം ഒന്നും പറ്റാതിരിപ്പുണ്ട്. സോ ആ കൈ കണ്ടുകൊണ്ട് നമ്മുടെ സോയോസ് മാസ്റ്ററിന്റെ കയ്യിലേക്ക് പിടിക്കുന്ന സമയത്ത് പണ്ടത്തെ മെമ്മറീസ് ഒക്കെ വരികയാണ്. കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് മകനെ നീ ഇങ്ങനെ കരയുന്നത്? വില്ലേജിന്റെ ചീഫ് ആണെങ്കിൽ നമ്മുടെ സോയോസിന്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. നമ്മുടെ സോയോസ് ആണെങ്കിൽ തന്റെ അപ്പന്റെ മുഖം കാണിക്കുകയാണ്. അപ്പൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഈ വില്ലേജ് ചീഫ് ആണെന്നുള്ള ഒരു കാര്യം നമ്മുടെ സോയോസിന് മനസ്സിലാക്കിയാണ്. ഞാൻ തിരിച്ചു വന്നു എന്നിട്ട് നമ്മുടെ സോയോസ് കരയുകയാണ്. എങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്ക് എക്സാക്ട് ആയിട്ട് അറിയാം എന്ന് നമ്മുടെ സോയോസ് പറയുകയാണ്. സോയോസ് ആണെങ്കിൽ അത് ഒന്നിച്ച് ചേർക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ്. സോയോസ് ആണെങ്കിൽ അവർ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്നെ നമ്മുടെ സേക്കോയുടെ ടീം ആണെങ്കിൽ ബോട്ടിന്റെ അടുത്തേക്ക് എത്തുകയാണ്. സോ അന്നേരം തന്നെ നമ്മുടെ മാക്മ ഷൂട്ട് ചെയ്യുകയാണ്. ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടൈം ഉണ്ടാക്കി കൊടുക്കണം. ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഷിപ്പിലേക്ക് കയറിയിരിക്കുന്നു. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സേക്കോ ബാക്കിയുള്ള ഒരു മാക്മനെ തടയാൻ വേണ്ടി പോകുന്നിടത്ത് വെച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡിന്റെ ആനിമി വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. സോ ഇനി നിങ്ങൾ എല്ലാവരും അടുത്ത എപ്പിസോഡിന് വേണ്ടി ഭയങ്കര അധികം വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. മാക്സിമം ഞാൻ എപ്പിസോഡ് എത്ര വേഗം തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ ഞാൻ ഡെയിലി വീഡിയോ ഇടുമെന്ന് ഞാൻ ഇനി ഒരിക്കലും പറയാൻ പോകുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡെയിലി വീഡിയോ ഇടാനേ പറ്റത്തില്ല. ഞാൻ എല്ലാ ദിവസവും മാക്സിമം വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കുന്നത് പോലെ തന്നെ കമൻറ്റും ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഹൈപ്പും ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ 10K അടിക്കാൻ വേണ്ടി ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ആവശ്യമേ ഉള്ളൂ. സോ നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ല ഞാൻ ഒരു വെബ് സീരീസ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സോ അതിൻ്റെ ഒരു സോങ് റിലീസായിട്ടുണ്ട്. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ ആൾക്കാരും ജസ്റ്റ് ആ സോങ് ഒന്ന് പോയി കാണുക. നൈറ്റ് ഷെയ്ഡ്സ് എന്നാണ് പേര്. ആ സോങ്ങിനാണെങ്കിൽ ഒത്തിരി വ്യൂസ് ഒന്നുമില്ല. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.